ഹലോ ഫ്രണ്ട്സ്, ദ ബോമം ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ ഒരു ക്രോഷ്യ ബട്ടർഫ്ലൈയുടെ ട്യൂട്ടോറിയലാട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ മാജിക് റിംഗ്, പിന്നീട് 3 ചെയിൻ സ്റ്റിച്ച്, ഇനി 3 ഡബിൾ ക്രോഷ്യ കൊടുക്കണം. 1 2 3 2 ചെയിൻ സ്റ്റിച്ച്, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് ടോട്ടൽ 8 തവണ തുടരണം. അതായത് 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ. ഒടുവിൽ നമുക്കിങ്ങനെ കിട്ടും. ഇനി ആദ്യത്തെ 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇനി മാജിക് റിംഗ് ടൈറ്റൻ ചെയ്യുക. അനാവശ്യമായിട്ടുള്ള യാൺ എക്സ്റ്റൻഷൻസ് കട്ട് ചെയ്ത് കളയാൻ മറക്കരുതേ. ഒടുവിൽ ഫാസ്റ്റൻ ചെയ്യുക. ഇനി രണ്ടാമത്തെ റോ ചെയ്യുമ്പോൾ യാണിൻ്റെ കളർ മാറ്റി 3 ചെയിൻ സ്റ്റിച്ച്. ആദ്യത്തെ റോയിലെ 2 ചെയിൻ ഗ്യാപ്പുകളിലേക്കാണ് നമ്മളിനി ഫിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. 3 ചെയിനിന് ശേഷം 3 ഡബിൾ ക്രോഷ്യ അതേ ഗ്യാപ്പിലോട്ട് ചെയ്യുക. മൂന്ന് ഡബിൾ ക്രോഷ്യയ്ക്ക് ശേഷം 3 ചെയിൻ സ്റ്റിച്ച്. വീണ്ടും അതേ ഗ്യാപ്പിലേക്ക് തന്നെ 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. ഇതേ സ്റ്റെപ്പ് എല്ലാ ഗ്യാപ്പുകളിലും തുടരുക. അതായത് ഒരു ഗ്യാപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. ഏറ്റവും ലാസ്റ്റുള്ള ഡബിൾ ക്രോഷ്യയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ 3 ചെയിൻ സ്റ്റിച്ച് ഗ്യാപ്പിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി യാൺ കട്ട് ചെയ്ത് ഫാസ്റ്റൻ ചെയ്യുക. ഇനി യാണിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് 3 ചെയിൻ സ്റ്റിച്ച്. രണ്ടാമത്തെ റോയിലെ ഉയർന്നു നിൽക്കുന്ന 3 ചെയിൻ ഗ്യാപ്പുകളിലേക്കാണ് ആദ്യം തുടങ്ങേണ്ടത്. ഈ ഗ്യാപ്പുകളിൽ 3 ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 6 ഡബിൾ ക്രോഷ്യ കൊടുക്കണം. ഇനി കൊടുക്കുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് പിക്കോട്ട് സ്റ്റിച്ച്. ഈ കാണുന്ന ഗ്യാപ്പില്ലേ, അതിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇതാണ് പിക്കോട്ട് സ്റ്റിച്ച്. വീണ്ടും 6 ഡബിൾ ക്രോഷ്യ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന അതേ ഗ്യാപ്പിലോട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ഈ ഗ്യാപ്പിലോട്ട് സിംഗിൾ ക്രോഷ്യ. ഇനിയുള്ള ഓരോ ഗ്യാപ്പുകളിലും ഇതേ രീതി തന്നെ തുടരുക. ആദ്യത്തെ ഗ്യാപ്പിൽ 6 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, പിക്കോട്ട് സ്റ്റിച്ച്, 6 ഡബിൾ ക്രോഷ്യ, തൊട്ടടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ. ഏറ്റവും ഒടുവിൽ നമുക്കിങ്ങനെ കിട്ടും. ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യയും ചെയ്തതിന് ശേഷം ആദ്യത്തെ 3 ചെയിൻ സ്റ്റിച്ച് ഗ്യാപ്പിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ. ഇനി കട്ട് ചെയ്ത് ഫാസ്റ്റൻ ചെയ്യുക. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു പോർഷൻ നമ്മൾ ഫോൾഡ് ചെയ്താൽ നമുക്കൊരു ബട്ടർഫ്ലൈ ഷേപ്പിൽ കിട്ടും. ഇനി ഒരു യാൺ എടുത്ത് 25 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം.
ഒടുവിൽ ദാ ഇതുപോലെ ഒരു നോട്ടിടണം. ഈ ഒരു യാൺ നമ്മൾ ഈ ബട്ടർഫ്ലൈക്ക് ചുറ്റും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ടൈ ചെയ്യണം. യാണിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്യുക. ബട്ടർഫ്ലൈ റെഡി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബട്ടർഫ്ലൈ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ദ വൗ മം, ലെറ്റ് ദ സൂപ്പർ മം ഇൻസൈഡ് യു ഫ്ലൈ ഹൈ.